എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 152, 153, 154 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് കുവലയാപീഠത്തിനെ വധിച്ചു ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ്. അതിനുശേഷം എന്തൊക്കെയാണ് ഇനി മല്ലന്മാരുമായിട്ടുള്ള യുദ്ധമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കംസൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അടുത്തതായിട്ട് കവി വർണ്ണിക്കാൻ പോണത്. നമുക്ക് ആദ്യം 152ാമത്തെ ശ്ലോകം നോക്കാം. ഹരിണാ നിഹതേ തസ്മിൻ പതിതേ ഭുവി കുഞ്ജരേ സുഹൃദാം സിംഹനാദേന നഭഃ ഭിന്നമിവാഭവത്. ആദ്യം പദച്ഛേദം പറയാം. ഹരിണാ നിഹതേ തസ്മിൻ പതിതേ ഭുവി കുഞ്ജരേ സുഹൃദാം സിംഹനാദേന നഭ ഭിന്നം ഇവ അഭവത്. വളരെ കുറച്ച് പദച്ഛേദം മാത്രമേ ഉള്ളൂ. അവസാനത്തെ ആ വാക്കിൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ശ്രീകൃഷ്ണൻ ആനയെ കൊന്നപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പറയുകയാണ്. ഹരിണ നിഹതേ തസ്മിൻ കുഞ്ജരേ. തസ്മിൻ കുഞ്ജരേ നിഹതേ സതി. തസ്മിൻ കുഞ്ജരേ എന്ന് പറഞ്ഞാൽ സതിസപ്തമിയാണ്. ആ ആന കൊല്ലപ്പെട്ടപ്പോൾ എന്നർത്ഥം. നിഹതേ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടപ്പോൾ. ആരാണ് കൊല്ലപ്പെട്ടത്? ആന. അപ്പോൾ ഹരിണ ആരാലാണ് കൊല്ലപ്പെട്ടത്? ഹരിയാൽ. ഹരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണു എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥവും പറയാം. ശ്രീകൃഷ്ണനാൽ ആ കുവലയാപീഠം എന്നു പേരുള്ള ആന വധിക്കപ്പെട്ടപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ, അതാണ് കുഞ്ജരേ ഭുവി പതിതേ. അങ്ങനെ കൊല്ലപ്പെട്ട് ഭൂമിയിൽ വീണുകിടന്നപ്പോൾ, ഭുവി പതിതേ അതായത് ശ്രീകൃഷ്ണൻ്റെ ആക്രമണങ്ങളെ കൊണ്ട് ആന ചെരിഞ്ഞു, അത് നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ വീണപ്പോൾ സുഹൃദാം സിംഹനാദേന നഭ ഭിന്നം ഇവ അഭവത്. സുഹൃദാം സിംഹനാദേന, സുഹൃത്തുക്കൾ, ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ സിംഹനാദങ്ങളെ കൊണ്ട്. സിംഹനാദം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. സിംഹത്തിൻ്റെ നാദം എന്ന് ആ വാക്കിന് അർത്ഥമില്ല. വാച്യമായിട്ട് പറയുമ്പോൾ സിംഹത്തിൻ്റെ നാദം, സിംഹനാദം എന്നൊക്കെ പറയാമെങ്കിലും നല്ല ഉയർത്തി ശബ്ദമുണ്ടാക്കുന്നതിനെ, നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നതിനെ സിംഹനാദം എന്ന് പറയാറുണ്ട്. ഈ യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോരിന് വിളിക്കുമ്പോൾ അവിടെ സിംഹനാദങ്ങൾ ഉയർത്തി എന്ന് പറയാറുണ്ട്. സിംഹനാദം പുറപ്പെടുവിച്ചു. ഇപ്പുറത്തുള്ള പടയും അപ്പുറത്തുള്ള പടയിലും അതിലെ നായകന്മാരും തമ്മിൽ സിംഹനാദങ്ങൾ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അവിടേക്കും ഇവിടേക്കും കേൾക്കാൻ പാകത്തിൽ ഉറക്കെ ഒച്ചയിട്ടു എന്നേ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പക്ഷക്കാരായിട്ട് വന്നിരിക്കുന്നവരായ ഗോപന്മാരെല്ലാവരും തന്നെ അവരുടെയൊക്കെ ശബ്ദം, അതിനെയാണ് സിംഹനാദമായിട്ട് കവി ഇവിടെ പറയണത്. സുഹൃദാം സിംഹനാദേന നഭ, അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദം കാരണം ആകാശം ഭിന്നമിവ അഭവത്, പൊട്ടിത്തെറിച്ചതുപോലെയായി. അതായത് ശബ്ദം ആകാശവും കടന്ന് അതിൻ്റെ അപ്പുറത്തേക്കും കയറിപ്പോയി, സ്വർഗലോകം വരെ വ്യാപിച്ചു എന്നൊക്കെ പറയാം. ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ വച്ച് ഒച്ച ഉണ്ടാക്കുമ്പോൾ ആ പാത്രവും ഭേദിച്ച് ശബ്ദം എങ്ങനെയാണോ പുറത്തേക്ക് കടന്നു പോകുന്നത്, അത്രയ്ക്ക് വലിയൊരു ശബ്ദവും കോലാഹലവും ബഹളവും ഒക്കെയാണ് അവിടെ ഉണ്ടായത്. സുഹൃത്തുക്കൾ മുഴുവനും സന്തോഷം കൊണ്ട് ഹർഷാരവം പൊഴിച്ചു. ആ ശബ്ദം ആകാശവും കടന്ന് അതിൻ്റെ മുകളിലേക്ക് പോയി എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹരിണ നിഹതേ തസ്മിൻ കുഞ്ജരേ എന്നാണ് പറഞ്ഞത്. ഹരി എന്നുള്ളതൊരു നാനാർത്ഥക പദമാണ്. ഹരിക്ക് ശ്രീകൃഷ്ണനെന്നും സിംഹമെന്നും അതുപോലെ തന്നെ കുരങ്ങനെന്നും ഇന്ദ്രനെന്നും ഒക്കെ പല അർത്ഥങ്ങളുള്ളൊരു വാക്കാണ്. ഇവിടെ ഒരു ആനയാണല്ലോ കൊല്ലപ്പെട്ടത്. കുവലയാപീഠം എന്നു പേരുള്ള ഒരു ആനയാണ്, ഒരു വലിയ ആനയാണ് കൊല്ലപ്പെട്ടത്. ആനയെ സാധാരണ ആക്രമിച്ച് കൊല്ലുന്നത് സിംഹമാണ്. അപ്പോൾ ഹരി എന്നുള്ള വാക്കിന് കേവലം ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥം മാത്രം എടുത്താൽ പോരാ. ഒരു ആനയെ എങ്ങനെയാണോ ഒരു സിംഹം മസ്തകത്തിലടിച്ച് കൊല്ലുന്നത്, അതുപോലെയാണ് ഒരു സിംഹത്തെ പോലെയാണ് ശ്രീകൃഷ്ണൻ കുവലയാപീഠം എന്നു പേരുള്ള കംസൻ്റെ ആനയെ വധിച്ചത് എന്നർത്ഥം കൂടിയും കൂട്ടി വായിക്കണം. അതായത് ഒരു സിംഹം എങ്ങനെയാണോ ഒരു ആനയുടെ നേർക്ക് യാതൊരു പേടിയുമില്ലാതെ ഓടി അടുത്ത് വന്നിട്ട് അതിൻ്റെ തുമ്പിയുമ്മ കൂടെ കയറിയിട്ട് നെറ്റിയിൽ അടിച്ചു പൊളിച്ച് അതിനെ വധിക്കുന്നത്,
അതേപോലെ അതാണ് കവികളൊക്കെ വർണ്ണിക്കുന്നത്. ഇങ്ങനെയാണ് ആനകളെ എങ്ങനെയാണ് സിംഹം വധിക്കണതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് വർണ്ണിക്കുക. അവരുടെ തുമ്പീമ്പ് കൂടെ കയറിയിട്ട് നെറ്റിയിൽ അടിച്ച മസ്തകം പൊളിച്ചിട്ടാണത്രേ അവയെ കൊല്ലാറുള്ളത്. ഇത് കവികളുടെ ഒരു വർണ്ണനയായിരിക്കാം, കവിയുടെ ഭാവനയായിരിക്കാം. അതനുസരിച്ച് തന്നെയാണ് ഇവിടെ സുകുമാര കവിയും പറയണത്. അതുപോലെയായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ഹരി സിംഹം കുവലയാപീഠം എന്ന പേരുള്ള ആ ഭീമാകാരനായിട്ടുള്ള ആനയെ വധിച്ചത് എന്നർത്ഥം. അങ്ങനെ വധിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവരായ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന് എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണങ്ങളുമൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് അവിടെ നിന്നിരുന്നവരായിട്ടുള്ള കൂട്ടുകാരുടെ ഹർഷോന്മാദം കൊണ്ടുള്ള ശബ്ദം കേൾക്കാറായി. ആ ശബ്ദം ആകാശവും കടന്ന് സ്വർഗലോകത്തേക്ക് വരെ വ്യാപിച്ചു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരും ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരായതുകൊണ്ട് അവരും സിംഹതുല്യന്മാർ തന്നെ ആയിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ സിംഹനാദം എന്നുള്ള ആ വാക്കുകൊണ്ട് അർത്ഥമാക്കാം. ആദ്യം ഹരി എന്നുള്ള വാക്ക് പ്രയോഗിച്ചു, രണ്ടാമത് സിംഹം എന്നുള്ള വാക്കും പ്രയോഗിച്ചു. വളരെ ചേർന്ന രീതിയിൽ നല്ല യോജിപ്പോട് കൂടിയിട്ടാണ് കവി ഇവിടെ വർണ്ണന നടത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഒരു സന്തോഷം, അതായത് ഗോപന്മാർ ഈ പക്ഷത്ത് വന്ന, അതായത് ശ്രീകൃഷ്ണൻ്റെ പക്ഷത്ത് കൂടിച്ചേർന്ന് ശ്രീകൃഷ്ണനോടൊപ്പം വന്നിട്ടുള്ളവരായ ഗോപന്മാരുടെ മുഴുവനും സന്തോഷമാണ് ഇവിടെ കവി വർണ്ണിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. എന്താ ശ്രീകൃഷ്ണൻ ചെയ്തത് എന്നുള്ളത് ഒന്നുകൂടി വർണ്ണിക്കുകയാണ്. 153 ശ്ലോകം നോക്കൂ. ദന്തൗ വിക്രമവൃക്ഷസ്യ വഹന്തൗ വിടപശ്രിയം ഉത്പാട്യ സതയോരേകമഗ്രഹീത പരം ബല. ആദ്യം പദച്ഛേദം പറയാം. ദന്തൗ വിക്രമവൃക്ഷസ്യ വഹന്തൗ വിടപശ്രിയം ഉത്പാട്യ സ തയോഃ ഏകം അഗ്രഹീത് അപരം ബല. എന്താ പിന്നെ ആനയുടെ ശരീരത്തിൽ ചെയ്തത് എന്ന് ഒന്നുകൂടി പറയുകയാണ്. ആന വീണൂലോ, നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ ചെന്നിട്ട് ചെയ്യുകയാണ്. സ വിക്രമവൃക്ഷസ്യ വിടപശ്രിയം വഹന്തൗ ദന്തൗ ഉത്പാട്യ. സ എന്ന് പറഞ്ഞാൽ ഹരി ശ്രീകൃഷ്ണൻ. വിക്രമവൃക്ഷസ്യ വിടപശ്രിയം വഹന്തൗ ദന്തൗ. വിക്രമവൃക്ഷം, പരാക്രമം, വിക്രമം എന്നൊക്കെ പറഞ്ഞാൽ അതീവ ക്രുദ്ധനായിട്ട് ക്രൂരനായിട്ട് മറ്റുള്ളവരെ മുഴുവനും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആന. ആ ആനയെ ഒരു വൃക്ഷമായിട്ട് വർണ്ണിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അടുത്ത വാക്ക് പറയുമ്പോഴാണ് വ്യക്തമാവുക. വിക്രമം പൂണ്ട, വിക്രമം തന്നെ ഒരു മരമായിട്ട് നിൽക്കുകയാണെങ്കിലോ അതാണ് വിക്രമവൃക്ഷം. ആ വിക്രമവൃക്ഷത്തിൻ്റെ വിടപശ്രിയം വഹന്തൗ, അതിൻ്റെ ശാഖകളാണോ എന്ന് തോന്നുമാറ് ഉത്പ്രേക്ഷാലങ്കാരം കൊണ്ട് വർണ്ണിക്കുകയാണ്. വിടപശ്രിയെ വഹിക്കുന്നവയായ വിടപശ്രിയൗ വിടപശ്രിയം വഹന്തൗ, വിടപശ്രിയെ വഹിക്കുന്നതായ ദന്തൗ, 2 കൊമ്പുകൾ. കൊമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ കൊമ്പും ശാഖയും ഒക്കെ മരത്തിനാണല്ലോ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് കവി അങ്ങനെ ആനയെ വിക്രമവൃക്ഷമായിട്ട് വർണ്ണിച്ചത്. വിക്രമം ഒരു വൃക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കൊമ്പായി നിൽക്കുന്ന ഈ 2 കൊമ്പുകൾ, ആനയുടെ 2 കൊമ്പുകൾ, അതാണ് വിടപശ്രിയം വഹന്തൗ ദന്തൗ ഉത്പാട്യ. അതിങ്ങടെ ഇളക്കിയെടുത്തു, ആ മൂലത്തിൽ നിന്ന് തന്നെ അടർത്തിയെടുത്തു എന്ന് മേൽപ്പത്തൂരും പറയുന്നുണ്ട്, നാരായണീയത്തിലൊക്കെ. അങ്ങനെ മൂലാതുന്മൂല്യ എന്ന് പറയുന്നുണ്ട് അവിടെ. അങ്ങനെ ആ വലിച്ചൂരിയെടുത്തിട്ട് എന്തു ചെയ്തു? തയോഹോ ഏകം, 2 കൊമ്പുകളുണ്ടല്ലോ അതിൽ ഒന്നിനെ, തയോഹോ സപ്തമി ദ്വിവചനാണ്, അവയിൽ വെച്ച് ഒന്നെടുത്തിട്ട് ഏകം അഗ്രഹീത് അപരം ബല അഗ്രഹീത്, ഏകം സഹ് അഗ്രഹീത്, ഒന്നെടുത്തിട്ട് അവരവർ തന്നെ ശ്രീകൃഷ്ണൻ തന്നെ അഗ്രഹീത് ഗ്രഹിച്ചു, തൻ്റെ കയ്യിൽ വച്ചു. മറ്റത് ബാക്കിയുള്ള ഒരെണ്ണം കൊടുത്ത് ആർക്കാണ് കൊടുത്തത്? ബല അഗ്രഹീത്, ഏട്ടൻ ബലരാമന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കൊമ്പ് തൻ്റെ കയ്യിലും മറ്റൊരു കൊമ്പ് ബലരാമൻ്റെ കയ്യിലും ആയിട്ടായിരുന്നു പിന്നെ കംസൻ്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര. അങ്ങനെ കൊമ്പുകൾ പിടിച്ചുകൊണ്ടുള്ള യാത്ര കണ്ടാൽ സ്വാഭാവികമായിട്ട് ആർക്കും പേടി തോന്നും. ആ വലിയൊരാന, ആ ആനയുടെ വലിയ 2 കൊമ്പുകൾ അത് വളരെ സജീവമായിട്ടുള്ള കൊമ്പുകളാണ്. ചത്തിട്ട് അധികം നേരമായില്ല. ആ കൊമ്പ് ഇങ്ങോട്ട് വലിച്ചൂരിയിട്ട് ഒരെണ്ണം ഏട്ടനും കൊടുത്തു, ഒന്ന് താൻ തന്നെയും പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇനി അടുത്തത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ നടന്നു പോണതിൻ്റെ ഒരു ചിത്രമാണ്. 154 ശ്ലോകം നോക്കൂ.
അംസന്യസ്തസ്യ ദന്തസ്യ ത്വിഷാധൗദാർദ്ധവിഗ്രഹ കൃഷ്ണോ മന്ദാകിനീ മിശ്രകാളിന്ദീ പൂരവദ്ബഭൗ. ആദ്യം പദച്ഛേദം പറയാം. അംസന്യസ്തസ്യ ദന്തസ്യ ത്വിഷാ ധൗദാർദ്ധവിഗ്രഹ കൃഷ്ണ മന്ദാകിനീ മിശ്രകാളിന്ദീ പൂരവത് ബഭൗ. ധാരാളമായിട്ട് പദച്ഛേദമൊന്നും പറയാനില്ല. മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ ഒരു വലിയ വാക്ക് വരുന്നുണ്ട്. ഇവിടെ പറയാണ് അംസന്യസ്തസ്യ ദന്തസ്യ ത്വിഷാ ധൗദാർദ്ധവിഗ്രഹ കൃഷ്ണ. അംസന്യസ്തസ്യ ദന്തസ്യ, അംസം എന്ന് പറഞ്ഞാൽ തോളിൽ വച്ചതായ ഈ വലിയ കൊമ്പല്ലേ, വെറുതെ കയ്യിലല്ല പിടിച്ചിരിക്കുന്നത്, അത് അടിക്കാനുള്ള സാധനമാണെന്നുള്ളത് പോലെ തന്നെ ഒരു ആയുധമായിട്ടാണ് ശ്രീകൃഷ്ണനും ബലരാമനും അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കമ്പ്, ഒരു വലിയ വടി എടുത്തിട്ട് തോളത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഈ കൊമ്പും പിടിച്ചിരിക്കുന്നത്. അതാണ് അംസന്യസ്തസ്യ. ആ കൊമ്പ് അംസത്തിൽ തോളത്ത് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് അംസന്യസ്തസ്യ ദന്തസ്യ ത്വിഷ, അത് വെളുത്തിട്ടുള്ള കൊമ്പാണല്ലോ, അതിൻ്റെ കാന്തി കൊണ്ട് എന്തായിത്തീർന്നു? ധൗത അർദ്ധവിഗ്രഹം. ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലെ പകുതി ഭാഗം വെളുത്തു. അതായത് ആ കൊമ്പ് അത്ര വലുതായിരുന്നു. കൊമ്പ് ശരീരത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ ശരീരത്തിൻ്റെ കുറേ ഭാഗം അങ്ങോട്ട് വെളുപ്പ് നിറായ പോലെയായി. അതാണ് ഇവിടെ കവി പറയണത്. ധൗതം എന്ന് പറഞ്ഞാൽ വെളുത്തുപോയ അർദ്ധവിഗ്രഹത്തോടു കൂടിയവൻ. അർദ്ധവിഗ്രഹം പകുതി ശരീരഭാഗത്തോടു കൂടിയ അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ കൃഷ്ണ മന്ദാകിനി മിശ്രകാളിന്ദീ പൂരവത് ബഭൗ. രണ്ട് നദികൾ ചേർന്നൊഴുകണത് പോലെയായി. ഏതൊക്കെയാ രണ്ട് നദികൾ എന്നാണെങ്കിൽ മന്ദാകിനിയും കാളിന്ദിയും. മന്ദാകിനി വിയത് ഗംഗ. മന്ദാകിനി എന്ന് പറഞ്ഞാൽ ഗംഗാനദിയാണ്. ഗംഗാനദി ഹിമാലയ പർവ്വതത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഒഴുകി ഹിമാലയത്തിലേക്ക് വരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ നല്ല വെളുത്ത ഗംഗയാണ്. ആ ഗംഗാനദിയിലേക്ക് ചേരണത് യമുനയാണ്. യമുന അന്നും ഇന്നും എന്നും കറുത്തിട്ട് തന്നെയാണത്രേ. അതുകൊണ്ടാണല്ലോ ഇവിടെ പറയണത് യമുനയും അതുപോലെ തന്നെ ഗംഗയും ചേർന്നതുപോലെ. അത് ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന, അത് കൂടിച്ചേർന്നതുപോലെയായി. അതാണ് മന്ദാകിനി മിശ്ര കാളിന്ദി പൂരവത്. മന്ദാകിനിയോട് ചേർന്ന കാളിന്ദി നദിയുടെ കാന്തി പോലെയായി ശ്രീകൃഷ്ണൻ്റെ ശരീരം. അതുപോലെ ബഭൗ ശോഭിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തിൻ്റെ നിറം കാളിന്തിയും മറുപകുതിയുടെ നിറം ഗംഗയും. അപ്പോൾ പകുതി വെള്ളയും പകുതി കറുപ്പും കൂടി ശരീരം കണ്ടാൽ മന്ദാകിനി നദി, വെളുത്ത ഭാഗം മന്ദാകിനി നദിയും കറുത്ത ഭാഗം യമുനയുമായി കൂടിച്ചേർന്ന് ഒഴുകണത് പോലെ തോന്നി എന്ന് കവി അതിശയോക്തി കലർത്തി വർണ്ണിക്കുകയാണ് ചെയ്യണത്. ഉത്പ്രേക്ഷാലങ്കാരവും അതിശയോക്തി അലങ്കാരവും അങ്ങനെ മിശ്രമായിട്ടിവിടെ ഉണ്ട്. വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് വതി എന്ന്, അതായത് പൂരവത് കാളിന്തി പൂരവത്. പൂര എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നർത്ഥം. മന്ദാകിനി ചേർന്ന കാളിന്തിയുടെ ഒഴുക്ക് പോലെ, മന്ദാകിനിയും കാളിന്തിയും ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്നത് പോലെ ആയി എന്ന് പറയുമ്പോൾ അവിടെ വത് എന്നുള്ള പ്രത്യയം ചേർത്തിട്ടുള്ളത് കൊണ്ട് അവിടെ ഉപമേന്യാണ് പറയേണ്ടത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഹരിണാ നിഹതേ തസ്മിൻ പതിതേ ഭുവി കുഞ്ജരേ സുഹൃദാം സിംഹനാദേന നഭഃ ഭിന്നമിവാഭവത് ദന്തൗ വിക്രമവൃക്ഷസ്യ വഹന്തൗ വിടപശ്രിയം ഉത്പാട്യ സതയോരേകമഗ്രഹീത പരംബല ഹംസന്യസ്തസ്യ ദന്തസ്യ ത്വിഷാധൗദാർദ്ധവിഗ്രഹ കൃഷ്ണോ മന്ദാകിനി മിശ്രകാളിന്ദി പൂരവദ്ബഭൗ. അങ്ങനെ ആദ്യത്തെയും രണ്ടാമത്തേൽ അത്ര വരുന്നില്ല, ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇന്ന് ചൊല്ലിയ രണ്ട് ശ്ലോകങ്ങളിലും ശ്രീകൃഷ്ണൻ്റെ ആ പരാക്രമ സ്വഭാവം, വീരരസമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കടുപ്പുള്ള അക്ഷരങ്ങൾ നിഹതേ തസ്മിൻ പതിതേ ഭുവി കുഞ്ജരേ, അതുപോലെ നഭ ഭിന്നമിവാഭവത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കടുപ്പം ശ്രീകൃഷ്ണൻ്റെ വീരരസം പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോണതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഈ വീരരസപ്രധാനമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.